വിജയലക്ഷ്മി എന്ന് പേര് വന്നത് അങ്ങനെയാണ്. അപ്പൊ ചെന്നൈയിൽ വെച്ചാ പാടിക്കൊണ്ടിരുന്നു. കുഞ്ഞിലേ പാട്ടാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? അതെ അതെ. പക്ഷെ പ്ലേബാക്ക് സിംഗർ ഒക്കെ ആവണതിന് മുന്നേ തന്നെ രുദ്രവീണ വായിക്കുന്ന ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ രുദ്രവീണ അല്ല, ഗായത്രി വീണ. ഗായത്രി രുദ്രവീണ എന്ന് പറയാറില്ല അതിനെ? ഇല്ല, ഗായത്രി വീണയെന്ന്. അത് രുദ്രവീണ എന്ന് തെറ്റിച്ച് പറയണേ. അത് പറയുമ്പോ അങ്ങനെ എല്ലാവരുടെയും വായിൽ അങ്ങനെ വന്നു പോണേ. എന്റെ വായിൽ നിന്ന് വന്ന അബദ്ധമാണ്. അബദ്ധമല്ല, അതും കുഴപ്പമില്ല. രുദ്ര എന്ന് പറഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല. ഗായത്രി വീണ. സാധാരണ വീണയിൽ നിന്ന് ഗായത്രി വീണ എന്താണ് പ്രത്യേകത? ഒറ്റ കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് വായിക്കുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് ഒരാളേ ഉള്ളൂ എന്നാണ് കേട്ടിരിക്കണത്. ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു. എന്നാണ് എന്നാ തോന്നുന്നേ. എങ്ങനെയാ ഈ ഒരു സംഭവം കണ്ടുപിടിച്ചേ? ആരാ കണ്ടുപിടിച്ചേ? എനിക്ക് 15 വയസ്സുള്ളപ്പോൾ എന്റെ കോ ബ്രദർ ചെന്നൈയിൽ നിന്ന് വന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് വിനോദ് എന്നായിരുന്നു. അപ്പൊ അദ്ദേഹം എപ്പോഴും കളി സാധനങ്ങൾ നിർമ്മിക്കുമായിരുന്നു. അപ്പൊ കളി വീണ നിർമ്മിച്ചു. അതിൽ ആദ്യം ടങ്കീസ് ആയിരുന്നു, പിന്നെ ഒരു കമ്പി ഉപയോഗിച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് നിർമ്മിച്ചു. അപ്പോൾ ഞാനാണ് അതിൽ സപ്തസ്വരങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അച്ഛനോട് അമ്മയോട് സ്പൂൺ എടുത്തുകൊണ്ട് വരാൻ പറയും. സ്പൂൺ കൊണ്ട് ഉരച്ച്, സ്പൂണ്, സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റ് ട്യൂബ്, പല സാധനങ്ങൾ പരീക്ഷിച്ച് അപ്പൊ അങ്ങനെ വായിച്ചു തുടങ്ങി. അപ്പൊ 1997 നമ്മുടെ സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവലിന് ക്ലാസിക്കൽ മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ കുമ്മനം ശശികുമാർ സാറ് ഗായത്രി തമ്പുരു സമ്മാനം നൽകി. അച്ഛനാണ് ഒറ്റ കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്തു തന്നത്. ഇപ്പൊ ഞാൻ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായി നിർമ്മിച്ച വീണയാണ്. വിജിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വിജിയുടെ അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മയുമാണ്. വിജിയെ ഇങ്ങനെ കൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും എത്തിക്കുന്ന രണ്ടുപേരുമാണ് അല്ലേ? ഈ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അവരെ പോലെ രണ്ട് പേരൻസിനെ കിട്ടുക. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ശരിക്കും പറഞ്ഞു. അച്ഛനും അമ്മയും എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലേ? കൂടെ തന്നെ ഉണ്ട്. എന്താണ് അച്ഛനും അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയാറുണ്ടായിരുന്നു അവര്? പാട്ടുകാരിയായി തീരുക. പിന്നെ അച്ഛനും അമ്മയും ഞാൻ കാണണമെന്നും പറയാറുണ്ട്. അപ്പൊ 1997 നമ്മുടെ സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവലിന് ക്ലാസിക്കൽ മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ കുമ്മനം ശശികുമാർ സാറ് ഗായത്രി തമ്പുരു സമ്മാനം നൽകി. അച്ഛനാണ് ഒറ്റ കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്തു തന്നത്. ഇപ്പൊ ഞാൻ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായി നിർമ്മിച്ച വീണയാണ്. വിജിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വിജിയുടെ അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മയുമാണ്. വിജിയെ ഇങ്ങനെ കൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും എത്തിക്കുന്ന രണ്ടുപേരുമാണ് അല്ലേ? ഈ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അവരെ പോലെ രണ്ട് പേരൻസിനെ കിട്ടുക. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ശരിക്കും പറഞ്ഞു. അച്ഛനും അമ്മയും എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലേ? കൂടെ തന്നെ ഉണ്ട്. എന്താണ് അച്ഛനും അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയാറുണ്ടായിരുന്നു അവര്? പാട്ടുകാരിയായി തീരുക. പിന്നെ അച്ഛനും അമ്മയും ഞാൻ കാണണമെന്നും പറയാറുണ്ട്. അത് പ്രധാനമായിട്ട്. നല്ലൊരു ജീവിതം ഉണ്ടാകുക, ഇതൊക്കെ തന്നെ. സംഗീതത്തിൽ എത്ര എത്തിക്കാമോ അത്ര എത്തിക്കുക എന്നുള്ളതാണ്. നമ്മളെ അച്ഛനമ്മമാര് നമ്മളെ നോക്കുന്നത് പോലെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. ഈ അച്ഛനമ്മയും കൈ പിടിച്ച് കൊണ്ട് നടക്കുന്നതിനൊപ്പം അവരും ഒരു എന്താ പറയാ, വിജിയുടെ കൈ ഒരാളെ പിടിച്ച് ഏൽപ്പിച്ചിരുന്നു സന്തോഷത്തോടു കൂടി. പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ. അതിനെപ്പറ്റി പറയാൻ വിഷമമുണ്ടെങ്കിൽ വേണ്ട. എന്തിനാ വെറുതെ. ഇപ്പൊ അദ്ദേഹം ഇപ്പം അദ്ദേഹം ഇങ്ങനെ അറിഞ്ഞിരിക്കുന്ന അദ്ദേഹം വേറെ വിവാഹിതനായി ജീവിക്കുമല്ലേ, നമ്മളായിട്ട് വെറുതെ. അങ്ങനെയാണ് മാമനൊക്കെ പറഞ്ഞത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വിട്ടേക്കാം. അത് വിട്, അത് നമുക്ക് വിടണ്ടല്ലോ. അപ്പൊ കേട്ട് ആ ഒരു എന്താ പറയാ, ജീവിതത്തിന്റെ യാത്രയിൽ നമ്മളോടൊപ്പം വന്നു ചേർന്ന വ്യക്തി നമ്മളെ മനസ്സിലാക്കിയില്ല എന്നുള്ളൊരു വിഷമം ഭയങ്കരമായിട്ടുണ്ട് അല്ലേ? അതുണ്ട്. നമ്മുടെ ദുഃഖം എന്താണെന്നോ എന്താണ് വിഷമമെന്ന് മനസ്സിലാക്കാതെ വരുമാറ് അച്ഛനും അമ്മയും പാടില്ല. അവരൊക്കെ അകറ്റുവാൻ നോക്കുക അത് എല്ലാം ഒറ്റയ്ക്ക് എല്ലാവരെയും കൂടെ അച്ഛനും അമ്മയും മാത്രമല്ല എല്ലാവരെയും അകറ്റാൻ നോക്കിയത് നമ്മൾ സമ്മതിച്ചില്ല. സാധാരണ പെൺകുട്ടികള് ഇത്തരത്തിലുള്ള എന്താ പറയാ പ്രശ്നമുള്ള സാഹചര്യങ്ങളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തു വരാൻ ഉള്ള ധൈര്യം ഉണ്ടാവാറില്ല. പക്ഷെ വിജി സത്യത്തിൽ ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെട്ട് കരകയറി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ധൈര്യം എങ്ങനെ കിട്ടി? അത് പണ്ടേ എനിക്ക് അങ്ങനെ വാശിയുള്ള സ്വഭാവം. എന്താണെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തെന്ന് പറഞ്ഞാൽ എന്തൊക്കെ നിർബന്ധിച്ചാലും നമ്മള് ചെയ്യൂല. അപ്പൊ ആ വാശി ഞാൻ അവിടെയും കാണിച്ചു. അത് തന്നെ വിജിയെ അകറ്റാൻ ശ്രമിച്ചത് വിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാരന്റ്സിൽ നിന്നും അതേപോലെ തന്നെ വിജിയുടെ സംഗീതത്തിൽ നിന്നും കൂടിയാണല്ലേ? എല്ലാം കൂടെ. പാരന്റ്സിനെ അകറ്റുമ്പോൾ നമ്മുടെ സംഗീതത്തിനെയും ബാധിക്കുമല്ലോ. നമ്മുടെ മനസ്സിന് വിഷമം വരുമ്പോൾ സംഗീതത്തെയും ബാധിക്കും. പിന്നെ പുള്ളിക്ക് മിണ്ടിയ ദേഷ്യം അങ്ങനെയൊക്കെ ആയിരുന്നു. മിണ്ടിയ ദേഷ്യം. അതിപ്പോ നമ്മള് പാട്ട് കേൾക്കുമ്പോഴേ കൈ കൊട്ടുക, താളം പിടിക്കുക, എല്ലാത്തിനും ദേഷ്യം. ഞാൻ പറയാതെ ദേഷ്യം വെച്ചോണ്ട് അവിടെ എങ്ങനെ പോയി ഇരിക്കാൻ പറയും. ഇങ്ങോട്ട് വരണമെങ്കിൽ അത് വേണ്ടെന്ന് പറയും. ഈ ഒരു സ്പിരിറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒത്തിരി
ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ദാമ്പത്യത്തിൽ നിൽക്കുന്ന ഒരുപാട് പേർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. കാരണം നമ്മുടെ ലൈഫ് മൊത്തത്തിൽ ഒരാൾക്ക് അടിയറവ് പറഞ്ഞ് കീഴടങ്ങി കൊടുക്കേണ്ടതല്ല. പറ്റില്ല, പ്രശ്നമാണെങ്കിൽ പുറത്തു വരാനുള്ള അത് തന്നെ ഊർജ്ജം മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷനും കൂടിയാണ് കേട്ടോ വിജി. അതെ അതെ, പിന്നെ അല്ലാണ്ട് അങ്ങനെ കീഴടങ്ങേണ്ട ആവശ്യം എന്താ? ഒരു പണിയില്ലേ, അതിന്റെ ആവശ്യമില്ല. ലൈഫിലെ ഏറ്റവും വലിയ പ്രേരണ എന്താണ്? പ്രേരണ അച്ഛനും അമ്മയുടെയും പ്രോത്സാഹനം. ഇതൊക്കെ തന്നെ അച്ഛൻ്റെ അമ്മയുടെയും പ്രോത്സാഹനമാണ്. പിന്നെ ഇത് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ആരും പറഞ്ഞിട്ടല്ല കേട്ടോ. അച്ഛനും അമ്മയൊന്നും എന്നാ നീ വേണ്ടാന്ന് വച്ചേക്കെന്ന് പറഞ്ഞിട്ടില്ല. കാരണം നിന്റെ തീരുമാനമാണ്, നിന്റെ ജീവിതമാണ്, നീ ആലോചിച്ച് തീരുമാനിക്കുക. എല്ലാവരും അങ്ങനെയാ പറയുന്നത്. നല്ലൊരു ധൈര്യം മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കേട്ടോ. അതെ, അതാരും പറഞ്ഞിട്ട് ചെയ്തതല്ല. അങ്ങനെ ഒരു ധാരണയൊക്കെ പുള്ളിക്കൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടാണ് ഒന്നുമില്ല. അല്ല, നമ്മള് എന്താ പറയാ, നമുക്ക് നല്ലത് പറഞ്ഞു തരുന്നവരുടെ കേട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ. തെറ്റൊന്നും ഇല്ലല്ലോ. പറഞ്ഞു എന്ന് വെച്ചാൽ